അതീവ രുചിയിൽ ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി പറഞ്ഞു തരട്ടെ. പക്ഷേ തേങ്ങ വളരെ കുറച്ചരച്ചാൽ മതി. നല്ല കൊഴുത്ത കറി തയ്യാറാക്കി എടുക്കാനും പറ്റും. നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലേക്ക് വളരെ കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ ഒരു 4ഓ 5ഓ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ചേർക്കുമ്പോൾ പച്ചയും പഴുത്തതും കൂടിയുള്ള മുളക് മിക്സ് ചെയ്ത് ചേർക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള, വളരെ കുഞ്ഞു സവോളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക, മീഡിയം സൈസ് ആണെങ്കിൽ പകുതി എടുക്കുക. അതിനെ നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, അതും വളരെ ചെറിയൊരല്ലിയാണ്, ഒരുപാട് ചേർക്കുകയോ ചെയ്യരുത്. ചെറിയൊരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ചട്നിക്ക് കുറച്ച് ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പ്രത്യേക ഫ്ലേവറാണല്ലോ. ഇനി ഈ സവോളയുടെ ആ ഒരു പിങ്ക് കളറൊന്ന് മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും അരിഞ്ഞ് ചേർക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇഞ്ചിയൊക്കെ നമ്മൾ സാധാരണ ചെറിയ ഉള്ളി ആയാലും സവോള ആയാലും ഈ ചട്നിയിൽ ചേർക്കുമ്പോൾ പച്ചക്കല്ലേ ചേർക്കാറ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റിലുള്ളൊരു ചട്നി കിട്ടും. ഇപ്പോൾ നമ്മുടെ സവോളയെല്ലാം ഏകദേശം നല്ലൊരു വൈറ്റ് കളറായിട്ടുണ്ട്, ആ പിങ്ക് കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പൊട്ടുകടല ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിൻ്റെ ചൂടിൽ അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു തണ്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ചേർക്കാനേ പാടില്ല, ഒരൊറ്റ തണ്ട് മല്ലിയില മാത്രം ചേർത്ത് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ റോസ്റ്റിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോടുകൂടി നമ്മൾ മിക്സിയിലിട്ട് ഇത് അരയ്ക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സ്ഥലം മുഴുവനായിട്ട് നമ്മൾ വീണ്ടും വൃത്തിയാക്കേണ്ടി വരും. ഈ സാധനങ്ങളെല്ലാം ഒന്നേന്ന് ചെയ്തെടുക്കേണ്ടിയും വരും. അതുകൊണ്ട് ഒരു പകുതിയെങ്കിലും ചൂടാറിയിട്ട് അരയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേറൊരു സാധനം ചേർക്കാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു 4 കാഷ്യൂ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. കാഷ്യൂ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടുമേ. ഇല്ല എങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് ഒരു തണ്ട് പച്ച കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. എനിക്ക് ഈ ചട്നിയിൽ കറിവേപ്പില ചേർത്തരയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമില്ല എങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞിട്ടില്ല, നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ മതി. 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാമല്ലോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരയ്ക്കുന്ന പരുവം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചിലർക്ക് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞ ചട്നി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയൊരു തരിയോട് കൂടിയുള്ളതായിരിക്കും താല്പര്യം. ഞാനിപ്പോൾ ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ ചട്നിയാണ് കേട്ടോ ഇഷ്ടം. നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നേരത്തെ എടുത്ത അതേ സെയിം പാൻ തന്നെ കേട്ടോ, അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് കടുക് ഇട്ടതിന് ശേഷം അടച്ചു വയ്ക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിത്തെറിച്ച് 4 ഭാഗത്തും തെറിക്കും. പാത്രത്തിൽ കടുക് വളരെ കുറച്ചേ കാണുള്ളൂ, പക്ഷേ 4 ചുറ്റിനും കാണുകയും ചെയ്യും. ഇതിൻ്റെ ആ എണ്ണയുടെ ആ ഒരു സ്പോട്ടിങ് നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പ് മുഴുവനായിട്ട് നിറയും. അതും പിന്നെ വൃത്തിയാക്കണ്ടേ, അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം തുറക്കുക. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഉഴുന്ന്, ഉലുവ, കടുക്, ഇങ്ങനെ കടുക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കഴുകി ഉണക്കി വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ ചേർക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ കുറച്ച് സവോളയാണ് കേട്ടോ ഇപ്പോൾ കൊത്തിയരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂണൊക്കെ കാണുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 2ഓ 3ഓ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഈ ഉള്ളി ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് ആ ഉഴുന്നൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ചട്നി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത്
മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് അങ്ങനെ ചട്നി ചൂടാക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ വേറൊരു പാത്രത്തിൽ ഈ ചട്നി മുഴുവനായിട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കലക്കി നല്ലതുപോലെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. നോക്കിയതിന് ശേഷം ഈ കടുക് താളിച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എനിക്കെന്തോ അങ്ങനെ ചേർക്കുമ്പോൾ ഈ ചട്നിക്കൊരു പച്ച ടേസ്റ്റ് തോന്നാറുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് എന്നും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കടുക് താളിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പച്ചവെള്ളം ചേർക്കില്ല. കുടിക്കാനായിട്ട് നമ്മൾ തിളപ്പിച്ചാറി വെള്ളം വെച്ചിരിക്കുമല്ലോ, അതിനെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ പൊട്ടുകടലയും കാഷ്യും ഒക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല കുറുകിയിരിക്കുന്നൊരു ചട്നിയാണ്. നിങ്ങൾക്ക് മസാല ദോശയ്ക്കൊക്കെ കഴിക്കാനാണ് എങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. അല്ലാതെ ഇഡ്ഡലിയൊക്കെ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ ചട്നി കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് വെള്ളം നീട്ടി എടുക്കാവുന്നതാണ്. ഇതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ടില്ല, പക്ഷേ ഇതിൽ ഇനിയും വെള്ളം ചേരും. വെള്ളം ചേർത്ത് നല്ലതുപോലെ ലൂസാക്കി നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ തരുന്നത് പോലെ ലൂസാക്കി എടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഞാൻ സാധാരണ വീട്ടിൽ ചട്നി ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് തേങ്ങ ചേർത്തിട്ടാണ് 4 പേർക്കുള്ള ചട്നി തയ്യാറാക്കി എടുക്കാറ്. പക്ഷേ ഇത് 1/2 കപ്പ് തേങ്ങയും ഈ സാധനങ്ങളും എല്ലാം കൂടി ആയപ്പോൾ 4 പേർക്ക് കഴിക്കാനല്ല ഈ ചട്നി കിട്ടുക. അത്രയ്ക്ക് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, തേങ്ങയൊക്കെ കുറവാണെങ്കിൽ ഈ ചട്നി എന്തായാലും പരീക്ഷിച്ച് നോക്കണം. നല്ല ലൂസായിട്ട് എടുത്തു കഴിഞ്ഞാലും ആ ഒരു പൊട്ടുകടലയും കാഷ്യും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അടിപൊളിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇന്നൊരു കുഞ്ഞ് 2 തട്ടൽക്കുട്ടി ദോശയുടെ കൂടെയാണ് ഈ ചട്നി ട്രൈ ചെയ്യുന്നത്. ഇഡ്ഡലിക്കും ബെസ്റ്റാണേ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.